സലീം കുമാർ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ ചെയ്തതിനോടും എനിക്ക് യോജിപ്പില്ല. കലാകാരൻ എന്ന് പറഞ്ഞാൽ പൊതു സ്വത്താണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാം. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു എന്ന് മാത്രം. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യൻ്റെ ശേഷക്രിയ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കാലങ്ങളായിട്ട് ഉള്ളൊരു കീഴ്വഴക്കാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിന് നിത്യശാന്തി നേരണം. ആ ആത്മാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ അലഞ്ഞു നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ അതിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും മരിച്ചാൽ അതേ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് നിത്യശാന്തി നേരണം. അതിൻ്റെ ഒന്നില്ലെങ്കിൽ അസ്ഥി കൊണ്ട് പുഴയിൽ ഒഴുക്കാന്ന് പറയും. നമ്മുടെ ഇത് ഇപ്പോൾ ഇങ്ങേര് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന കാലത്ത് സലീം പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു ശേഷക്രിയ എനിക്ക് ചെയ്യാൻ പാടില്ല, എൻ്റെ അസ്ഥി ഒരിക്കലും കൊണ്ടുപോയി ഒരു പുഴയിൽ ഒഴുക്കാൻ പാടില്ല എന്നൊക്കെ പറയണത്. അതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയും, ഏതൊക്കെ ചെയ്യും, അതൊന്നും നമ്മൾക്കൊരു ആ കുടുംബക്കാരോ മറ്റുള്ള ആൾക്കാരോ ഒന്നും മുഖവിലേക്കെടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മരിച്ചു പോയി അത് അവരെ ആഗ്രഹമല്ല. മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ആത്മാവായി. ആ ആത്മാവിന് മോക്ഷം വേണം. ആ ആത്മാവിന് മോക്ഷം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശേഷക്രിയ ചെയ്തേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഇത് ഭൂമിക്കും ആകാശത്തിനും നടുക്ക് കിടന്നിട്ട് വട്ടം തിരിയുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു ആത്മാവ് വട്ടം തിരിഞ്ഞാൽ അത് ആ കുടുംബത്തിനാണ് ദോഷം. ഇപ്പോൾ ഇത്രയും വലിയൊരു കുടുംബത്തിനെ ആ മക്കളുടെ ചുമലിൽ ഏൽപ്പിച്ചു കൊടുത്താണ് അദ്ദേഹം പോയത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തോ മണ്ടത്തരം പറഞ്ഞു എന്ന് വിചാരിച്ച് അത് അതേപോലെ നടപ്പാക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മരിച്ച ആത്മാവിന് മോക്ഷം കിട്ടണം. മോക്ഷം കിട്ടണമെങ്കിൽ അതിന് തക്കമായുള്ള കർമ്മങ്ങൾ ചെയ്യണം. മക്കൾ കർമ്മങ്ങൾ ചെയ്യണം. ആ കർമ്മങ്ങൾ കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ അത് ശരിക്കും മരിച്ച ആത്മാവിന് അതൊരു ദിക്കുമുട്ടായി വരും. ആ മരിച്ച ആത്മാവ് ഒരിക്കലും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യില്ല. നമ്മുടെ കുടുംബത്തിന് മരിച്ചാൽ പിന്നെ നമ്മളെ മക്കളായാലും കുഴപ്പമില്ല, അമ്മയായാലും കുഴപ്പമില്ല, അച്ചാച്ചനായാലും കുഴപ്പമില്ല, പിന്നെ നമ്മുടെ ശത്രുക്കളാണ് അവർ. കാരണം എന്താണ്? അവർ മരിച്ചു, അപ്പോൾ ഇവർ ജീവിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇവരോട് അസൂയ, കുശുമ്പ് എല്ലാം ഈ ആത്മാവിന് തോന്നാം. പോരാത്തതിന് ഈ കർമ്മങ്ങളും ചെയ്തില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്തോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കർമ്മങ്ങളും തന്നില്ല, എൻ്റെ അസ്ഥി ഒഴുക്കിയില്ല, എൻ്റെ അടിയന്തരം നടത്തുക എന്താ നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ആ ആത്മാവ് എന്ത് ചെയ്യും? അപ്പോൾ പോരാത്തതിന് ചെറുപ്പത്തിലെ മരിച്ചോക്കണം. ഇനി ഒരു 10-30 കൊല്ലം കൂടെയൊക്കെ ജീവിച്ചിരിക്കേണ്ട വ്യക്തിയാണ്. 10-30 കൊല്ലമൊക്കെ നല്ല നല്ല കഥാപാത്രങ്ങൾ അഭിനയിപ്പിച്ച് ബലിപ്പിച്ച് അതുപോലെ തന്നെ നമ്മളൊക്കെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പോയപ്പോൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടു പോയതല്ല ഭൂമിയിൽ നിന്ന്. അദ്ദേഹത്തിന് ഒരിക്കലും മരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും കൊട്ടാരം പോലത്തെ ഒരു വീട് പണിതിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി മരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി മരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കർമ്മങ്ങളും കൂടി ചെയ്തില്ലെങ്കിൽ ഈ ആത്മാവിന് മോക്ഷം കിട്ടില്ല മക്കളെ. അത് പ്രപഞ്ച സത്യമാണ്. ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതാണ് സലീം കുമാറിൻ്റെ ജീവിച്ചിരിക്കുന്ന കാലത്തെ ഒരു ഹോബി. അതങ്ങനെ ഒരു ഹോബി മാത്രമുള്ളൂ. മൂപ്പരെ ഉള്ളിൽ ദൈവമുണ്ട്, അതാണ് എനിക്ക് തോന്നുന്നത്. മൂപ്പര് എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമാവാൻ വേണ്ടിയിട്ട് മൂപ്പര് യുക്തിവാദിയാണെന്നുള്ളത് അഭിനയിക്കുന്നു. ഇന്നസെൻറ്റിൻ്റെ പോലെ എല്ലാ കാര്യങ്ങളും മൂപ്പര് സംസാരിക്കും. എല്ലാം കോമഡി ആയിട്ട് പറയുള്ളൂ. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും കോമഡി കൂടിയാണ് മൂപ്പര് പറയുക. അത് അവരൊരു ശൈലിയാണ്, ഈ മിമിക്രിക്കാരൊരു ശൈലിയാണ്. അതിപ്പോൾ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് കൊള്ളണോടത്ത് കൊള്ളുകയും ചെയ്യും. അതേ സ്ഥാനത്ത് അതിലവർക്ക് അത്ര ദേഷ്യം ഉണ്ടാവില്ല, കേൾക്കുന്ന ആൾക്കാർക്ക് അത്ര ദേഷ്യം ഉണ്ടാവില്ല. അത്രയൊരു സരസനായുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ സലീം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തി എന്തായാലും ഈ ഭൂമി വിട്ടു പോകാനായിട്ട് ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം, ഇതിനെക്കുറിച്ച് എല്ലാം അറിയുന്നത് കൊണ്ടായിരിക്കാം മൂപ്പര് പറഞ്ഞ ശേഷക്രിയ വേണ്ട എന്നുള്ളത്. ഭൂമി വിട്ട് പോകാൻ ആൾക്ക് ഇഷ്ടമല്ല. ഭൂമിയിൽ നിന്ന് ഇവിടെ നിന്ന് പരരാത്മാവായിട്ട് ആ കുടുംബത്തെയും കണ്ട് മക്കളെയും കണ്ട് സിനിമയും കണ്ട് സിനിമാ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ഭൂമി വിട്ടു പോകാൻ മൂപ്പർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് മൂപ്പര് ജീവിച്ചിരിക്കുന്ന കാലത്ത് യുക്തിവാദിയാന്ന് പറഞ്ഞതും കർമ്മങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ കാരണം അതായിരിക്കാം. ആള് ഒരു ബുദ്ധിമാനാന്നൊന്നും നമ്മൾ പറയില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മൂപ്പര് മരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിവറിലൊരു കംപ്ലൈൻറ്റ് വന്നാൽ, നമ്മുടെ ലിവർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി വെച്ചതൊന്നല്ലല്ലോ ശരീരത്തിൻ്റെ ഉള്ളിലത്തെ അവയവങ്ങൾ, അത് കേടുവരാണ്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്.
ഇന്നത്തെ കാലത്ത് സിനിമാ നടന്മാർക്ക് അത് ഒട്ടുമില്ല. അവർ കിട്ടിയതൊക്കെ പ്രൊഡ്യൂസർമാരെ കാശല്ലേ, കിട്ടിയതൊക്കെ വലിച്ചു കയറി കഴിക്കുകയും ചെയ്യും. ഇഷ്ടം പോലെ കോടികൾ ഇങ്ങോട്ട് കിട്ടുമ്പോൾ പിന്നെ അത് എങ്ങനെ ചിലവാക്കുക എന്നുള്ളത് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ദുശീലങ്ങൾ, സിഗരറ്റ് വലിക്കുക, മദ്യപിക്കുക, ഉറക്കമില്ലായ്മ, ടെൻഷൻ, പ്രശ്നങ്ങൾ, ഇതൊക്കെയാണല്ലോ ഒരു മനുഷ്യനെ രോഗിയാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവർ ജീവിതത്തിൽ ഉടനീളനുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ടെൻഷനെ കുറിച്ചിട്ട്. അപ്പോൾ ഇനി ഒരു പടം കിട്ടി കഴിഞ്ഞാൽ അടുത്തൊരു പടം കിട്ടുമോ, ആ പടം ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുമോ, ആ പടം വിജയിക്കുമോ, ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ കാശ് തരുമോ എന്നൊക്കെ വളരെയധികം ടെൻഷൻ അടിച്ച് ഇവർക്ക് ഉറക്കമില്ല. പിന്നെ ഷൂട്ടിങ്ങും ചിലപ്പോൾ 12 മണി, 1 മണി, 2 മണി വരെയൊക്കെ നീണ്ടു പോകാം. അപ്പോൾ അങ്ങനെയും മൂപ്പർക്ക് ടെൻഷൻ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണമാണ് ഈ രോഗങ്ങൾ നമുക്ക് ഈ വരുന്നത്. കൃത്യമായിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ രോഗങ്ങളെ കടക്കാനുള്ളൊരു പാലാണ് അതൊക്കെ. ആ പാലൊക്കെ കടന്ന് ഇങ്ങേക്ക് ഈ രോഗം വന്നു എന്ന് വിചാരിക്കുക. രോഗം വന്നിട്ട് ഇയാൾ ചികിത്സിച്ചില്ല. ഇദ്ദേഹം എന്താ ഒറ്റപ്പാലത്ത് കൊണ്ടുപോയി മുറിവൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് മൂപ്പര് മരുന്ന് കഴിച്ച് ഇരുന്ന് തുടങ്ങുന്നത്. മനുഷ്യരായാലും ചെയ്യുന്ന കാര്യമാണോ അത്? രോഗം വന്നു, രോഗം വന്ന ആധുനിക മരുന്ന് തന്നെ വേണം. ആധുനികമായ കോടികൾ ചെലവ് ചെയ്ത് ഡോക്ടർമാർ മരുന്നുകൾ ഇറക്കണം. എന്തിനാ? ശാസ്ത്രജ്ഞന്മാർ അത് ചികിത്സിക്കാൻ ഡോക്ടർമാർ എന്തിനാ? പണ്ടൊന്നും ലിവർ മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഡോക്ടർ പറയും അതെ പ്ലാസ്റ്റിക് അല്ല അത്, അതുകൊണ്ട് മാറ്റി വയ്ക്കാൻ പറ്റില്ല, ആൾ പോവും എന്ന് പറയും. ഇന്നതല്ല, കാശുള്ളവന് ലിവർ മാറ്റി വെച്ച് എത്ര കാലം വേണമെങ്കിലും സുരക്ഷിതമായിട്ട് ജീവിക്കാം. അതൊക്കെ ആധുനിക മെഡിസിൻ്റെ വിജയമാണെന്ന് നമ്മൾ പറയും. അതുകൊണ്ട് ആയുസ് നീട്ടി കിട്ടും. അപ്പോൾ ഇദ്ദേഹത്തൊന്നും ചെയ്യാണ്ട് ലിവർ മാറ്റി വയ്ക്കാൻ മൂപ്പർക്ക് പേടിയാത്ര. എന്തിനാ പേടിക്കണേ? മരിക്കാൻ പേടി വേണ്ട. അപ്പോൾ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ ആൾക്ക് പേടിയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അദ്ദേഹം എന്തോ ഒരു ഇല കഞ്ഞിയിലിട്ട് കുടിക്കാൻ പറഞ്ഞു. 51 ദിവസത്തിന് മുമ്പ് 501 ദിവസം കുടിച്ചിട്ട് ഈ രോഗം മാറിയില്ല. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് വിളിച്ച് ചോദിക്കണേ ഞാൻ എൻ്റെ രോഗം മാറില്ല. അപ്പോൾ അദ്ദേഹം ഒരു ക്യാൻസറിന് ചികിത്സിക്കുന്ന ഒറ്റമൂലി വൈദ്യനാണ്, ഒരു ഉടായ്പ് സാധനം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ക്യാൻസറായിട്ട് 4ാം സ്റ്റേജാണ്, ഞാൻ മരിക്കാൻ കിടക്കാന്ന്. പോരെ അംഗം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ അടുത്താണ് പോണത്. എന്നാൽ അത് മനസ്സിലാക്കി പിന്നെയും പോയി ചേർത്തലയിൽ വേറെ ഡോക്ടറെ അടുത്തേക്ക്, ഇതുപോലെ മുറിവൈദ്യൻ്റെ അടുത്തേക്ക്. അവിടെ നിന്നും കഴിച്ചു. ഇത് രോഗം വളരെ വഷളായതിന് ശേഷമാണ് മൂപ്പര് ലിവർ മാറ്റി വെച്ചത്. ലിവർ മാറ്റി വെച്ചാലെങ്കിൽ നമ്മൾ ആ ലിവർ സൂക്ഷിക്കണം. മറ്റൊരാളുടെ ലിവർ നമ്മൾ ലക്ഷം കണക്കിന് രൂപ ചെലവ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ എത്രയും വിദഗ്ധമായുള്ള ഡോക്ടർമാർ വെച്ച് പിടിപ്പിച്ച് തന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യേണ്ടത്, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ ആ ലിവറിനെ സൂക്ഷിക്കണം. ലിവറിന് ഇഷ്ടമല്ലാത്ത ഒരു സാധനം പോലും നമ്മൾ ഭക്ഷണമാക്കിയിട്ട് കഴിക്കാൻ പാടില്ല. മൂപ്പര് ലിവർ മാറ്റി വെച്ച് കുറച്ച് നാളൊക്കെ ഒന്നും മിണ്ടാണ്ടിരുന്നു. അത് കഴിഞ്ഞ ശേഷം മൂപ്പര് പുകവലി തുടങ്ങി. പലരും മൂപ്പരോട് ഉപദേശിച്ചു, ഇത് ചെയ്യരുത്, നമ്മൾ അപകടത്തിലേക്ക് പോവും എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല. ശ്രീനിവാസനോടും മൂപ്പരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നസെൻ്റ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങും. ഇത് ഇവരൊന്നും ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു പ്രതിഭ നമുക്ക് മലയാളികൾക്ക് നഷ്ടപ്പെട്ടത്. ഇനിയിപ്പോൾ ശ്രീനിവാസൻ്റെ പോലെ, അതുപോലെ തന്നെ ഇന്നസെൻ്റെ പോലെ, അതുപോലെ തന്നെ സലീമിൻ്റെ പോലെ ഒരു പ്രതിഭകൾ ഇനി മലയാളത്തിൽ ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വരുന്ന ആൾക്കാർക്കൊന്നും പ്രതിഭയില്ല. ഇവരൊക്കെ വെറും കാലിത്തൊഴുത്തിൽ കിടക്കുന്ന കന്നാലികളാണ് ഇവരൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഈ വക പ്രതിഭകളെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന് ഇപ്പോൾ അവരുടെ കുടുംബക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയെങ്കിലും നിങ്ങൾ കുടുംബക്കാർ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുക. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതൊന്നും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഫലപ്രാപ്തിയിലെത്തില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമുക്ക് ജീവിക്കാൻ വേണ്ടി, നമുക്ക് തടസ്സങ്ങളില്ലാണ്ടിരിക്കാൻ വേണ്ടി, നമുക്ക് രോഗങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടി, നമുക്ക് പല ഐശ്വര്യങ്ങളും കുടുംബത്തിൽ വരാൻ വേണ്ടിയിട്ട്, ഒന്നുമില്ലെങ്കിൽ ഒരു പയ്യൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ, അവന് ഉന്നതിയിൽ എത്തണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ അസ്ഥി കൊണ്ടുപോയി പുഴയിൽ ഒഴുക്കുക. അതുപോലെ തന്നെ എല്ലാ കൊല്ലം ചാത്ത മൂട്ടുക. അതൊക്കെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുറേ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. അതുപോലെ തന്നെ ഈ പല അമ്പലങ്ങളിലും ചെന്നിട്ട് നിങ്ങൾ അവിടെ അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് ആയിരങ്ങൾ കൊണ്ട് കൊടുക്കാനും നമ്മൾ പറയുന്നില്ല. അവിടെയുള്ള പാവങ്ങൾ, അവിടെ ഒരുപാട് അമ്പലങ്ങളിൽ പാവങ്ങൾ ഇരിക്കുന്നുണ്ട്, അവർക്കൊക്കെ നല്ല സംഭാവന കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ സലീമിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടും, മോക്ഷം കിട്ടും. മോക്ഷം കിട്ടി പോകണം. മോക്ഷം കിട്ടാണ്ട് ഒരു ആത്മാവ് പോലും നമ്മുടെ ഭൂമിയിൽ അലയാൻ പാടില്ല. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. വിശ്വസിച്ചാൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. അത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ അത്രയും പറഞ്ഞ് നിർത്തേണ്ടതുണ്ട്. വീഡിയോ നീണ്ടു പോവാണ്.